പൂർത്തീകരിക്കണമെങ്കിൽ 365 ദിവസം വേണ്ടേ? ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കണമെങ്കിൽ 365 ഇല്ല, നമുക്ക് 324. അപ്പൊ അത് പൂർത്തീകരിക്കാൻ മണ്ഡലം കൂട്ടാൻ വേണ്ടിയിട്ട് 365 മൈനസ് 324 സമം 41. മണ്ഡലകാലം 41. മനസ്സിലായി? അങ്ങനെ വ്രതത്തിനും പൂജയ്ക്കും വേണ്ടി മണ്ഡലമാസം നിശ്ചയിച്ചു. ആ ഒരു മണ്ഡലകാലം ആണ് ഈ സ്കൂൾ തുടങ്ങിയിട്ട് ഒരു മണ്ഡലകാലമായി. ഈ മണ്ഡലകാലത്തിൽ എത്രയെത്ര വിദ്യാർത്ഥികൾ ഈ വിദ്യാഭ്യാസത്തെ, ഈ സ്ഥാപനത്തെ വലം വെച്ചു. ആ വിദ്യാർത്ഥികൾ പല ജോലികൾ നേടിയിട്ടുണ്ടാകും. ഇവിടെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകരുടെ സംഗമമാണ് നടക്കുന്നത്. ഇവിടെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒരുപാട് ആളെ ഞാൻ പരിചയപ്പെട്ടു. അവർ പല ജോലികൾ നേടി പല സ്ഥലങ്ങളിലെത്തി. അവർ പലരും പറഞ്ഞത് എവിടെ പോയാലും ആ സംതൃപ്തി കിട്ടിയിട്ടില്ല, ഇവിടെ വന്നപ്പോഴേ സംതൃപ്തി കിട്ടുന്നു. ഇവിടെ വന്നിരിക്കുമ്പോഴാണ്. ഇവിടത്തെ വലിയ ഓഫീസല്ല, ചെറിയ ഓഫീസാണ്. പക്ഷേ എല്ലാ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഓഫീസുകൾ പുതുസായിരിക്കും. അത് സങ്കുചിത മനസ്സിന്റെ ലക്ഷണമല്ല, ഹൃദയത്തിന്റെ അടുപ്പത്തിന്റെ ലക്ഷണമാണ്. എല്ലാവരും അടുത്തിരുന്നിട്ട് ഉപനിഷത്തുകളാണ് സമാന്തര വിദ്യാഭ്യാസത്തിന്റെ ഓഫീസുകൾ. ഉപനിഷത്ത് എന്താണ്? ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം അടുത്തിരുന്നിട്ട് സത്യത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുക. നിസത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യമാണ്. ആപേക്ഷിക സത്യവും അസത്യവും അർത്ഥസത്യവും അപൂർണ സത്യങ്ങളും ഒരുപാടുണ്ട്. ഈ ഭാരതം ലോകത്തിന് മുമ്പിൽ സംഭാവന ചെയ്ത ഏറ്റവും വലിയ ദർശനം ആത്യന്തിക സത്യത്തെ അന്വേഷിക്കലാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്നാണ്. നിസ്സത്ത്, നിശേഷ സത്യം. ആ നിശേഷ സത്യത്തെ അന്വേഷിക്കാൻ ഉപവിഷ്ടരായിട്ട് ചർച്ച ചെയ്യണം. ഡിസ്കഷനിലൂടെയാണ് ലോകം വളർന്നത്. ഒരാളുടെ വെളിപാടല്ല ലോകത്തുണ്ടായത്. മഹാഭാരതം ജനമേജയ ഉവാച, വൈശമ്പായന ഉവാച, ചർച്ചകളാണ്. ഭാഗവതം ചർച്ചയാണ്. അർജുന ഉവാച, കൃഷ്ണ ഉവാച, ചർച്ചയാണ്. ഭാഗവതം ചർച്ചയാണ്. ഉമാമഹേശ്വര സംവാദമാണ് അധ്യാത്മ രാമായണം. നാരദ വാൽമീകി സംവാദമാണ് വാൽമീകി രാമായണം. സംവാദങ്ങൾ, ചർച്ചകൾ ഉണ്ടാവണം, ചോദ്യങ്ങൾ ഉണ്ടാവണം.